മുഖത്തറിയാം പേടിയുണ്ടോ, ആടിൻ്റെ കണ്ണിലറിയാം ശത്രു വരുന്നുണ്ടോ, ആടിൻ്റെ ചെവിയിലറിയാം അപകടമുണ്ടോ. ഇതൊക്കെ കണ്ടിട്ട് ഇടയനറിയാം എങ്ങോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ആടിൻ്റെ മൈക്രോ കോസ്മിക് എക്സ്പീരിയൻസസിലേക്ക് സാൻഡ്വിച്ച് ചെയ്ത ചെല്ലാൻ ചുറ്റുന്ന ആളാണ് ഇടയൻ. അതുകൊണ്ട് ഇടയൻ ആണ് ഏറ്റവും കമ്പാഷനേറ്റായ ആൾ, ഇടയനാണ് ഏറ്റവും കരുതലുള്ളയാൾ. ആ ഇടയനെ പോലാകുന്ന ആൾക്ക് മാത്രമേ ക്രിസ്മസ് അനുഭവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. വീട്ടിൽ കമ്പാഷൻ ഉണ്ടോ? സഹോദരങ്ങളോട് കമ്പാഷൻ ഉണ്ടോ? സ്ഥലം കൊട്ടാരക്കര, സന്ദർഭം ബസ്സിലാണ്. എൻ്റെ കൂടെയുള്ള ഒരു യാത്രക്കാരൻ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങുന്നോ ഒരു ഫോൺ വന്നു. ബസ് കൊട്ടാരക്കരയിൽ നിന്നും അടൂർക്ക് പോകുകയാണ്. മറ്റേയാൾ ചോദിക്കുന്നു, താങ്കൾ എവിടെയാണ്? ഇദ്ദേഹം പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്താണ്. ബസ്സിൽ നിൽക്കുന്ന എല്ലാവരും ചിരിക്കുന്നു. ഇദ്ദേഹത്തിനൊന്നും വിഷയമല്ല. ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ, അദ്ദേഹം ചവിട്ടിയിരിക്കുന്നത് എൻ്റെ കാലിലാണ്. ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു, ഇച്ചിരി മാറി നിൽക്കാമോ? അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. അപ്പം അദ്ദേഹം ചോദിക്കുകയാണ്, താങ്കൾക്ക് എന്താണ് പ്രശ്നം? കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ചവിട്ടിയിരിക്കുന്നത് എൻ്റെ കാലയിലാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ലല്ലോ മാഷേ. അപ്പം ഞാൻ പറഞ്ഞു, അറിയാൻ പറ്റത്തില്ലല്ലോ, താങ്കൾ ഷൂവിനകത്താണ്. ഷൂവിനകത്തിരിക്കുന്ന കാലിന് മറ്റൊരാളെ ചവിട്ടിയത് അറിയാനായിട്ടേ സാധിക്കത്തില്ല. നമ്മുടെ സുഖങ്ങളുടെ അകത്തിരിക്കുന്ന നമ്മൾക്ക് മറ്റൊരാളുടെ നൊമ്പരം അറിയാൻ സാധിക്കത്തില്ല. ഷെപ്പേർഡിന്റെ ഏറ്റവും വലിയ ഗുണം, ഹി ഈസ് സെൻസിറ്റീവ്, കരുതലുണ്ട്. ഉണ്ടോ? ഉണ്ടെങ്കിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിക്കും. 3, വൈസ്മെൻ. ആരാണ് വൈസ്മെൻ? ദർശനമുള്ളവർ, അന്വേഷണങ്ങളുള്ളവർ, ഫിലോസഫിക്കൽ ഡിമെൻഷൻ ഉള്ളവർ. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഇത്രയേ ഉള്ളൂ ലൈഫ്. സ്ഥലം ബോംബെ, IIT ക്യാമ്പസ്, സ്റ്റുഡൻസിനുള്ള റിട്രീറ്റ്. കഴിഞ്ഞപ്പോൾ ഒരു പയ്യനോട് സംസാരം. ബോംബെയിലെ ഏറ്റവും നല്ല ഐസ്ക്രീമാണ് നാച്ചുറൽ ഐസ്ക്രീം, പോകുന്നവരൊക്കെ കഴിക്കണം. നാച്ചുറൽ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയി. ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചോദ്യം. ഞാൻ ചോദിച്ചു, പഠിത്തം കഴിഞ്ഞിട്ട് ഉടനെ എന്നെ വിപ്രോ എടുത്തിട്ടുണ്ട്, എന്നിട്ട് ഉടനെ തന്നെ ഞാൻ പോവും. എങ്ങോട്ട്? സിംഗപ്പൂർ. ദെൻ എത്രയും വേഗം എനിക്കൊരു ഫ്ലാറ്റ് വാങ്ങിക്കണം, എന്നിട്ട് നല്ലൊരു വണ്ടി വാങ്ങിക്കണം, ഞാൻ ഇപ്പോഴേ കണ്ടുവച്ചേക്കും, എന്നിട്ട് എല്ലാം ഒന്ന് സെറ്റിലാക്കണം, എന്നിട്ട് ഒരു കല്യാണം കഴിക്കണം, എന്നിട്ട് 2 പിള്ളേർ, പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും, പിന്നെന്താ വെച്ചാൽ 40-45 വയസ്സാകും, എന്നിട്ട് ക്യാൻസർ വരും വെച്ചാൽ ക്യാൻസർ വരും, പിന്നൊന്നും വെച്ചാൽ വടിയാകും, പിന്നെന്താ വെച്ചാൽ നിങ്ങളെല്ലാം കൂടെ ഒന്ന് അടക്കിയിടും അല്ല എന്ന്. So an IIT Mumbai person does not have a vision beyond something to eat, something to drink, something to accumulate, something to amass, something to organize. This is the pathology of the contemporary situation. This is a danger of the materialism, that we cannot see beyond it. എൻ്റെ അമ്മ എന്നോട് പറയായിരുന്നു, ദാരിദ്ര്യം അല്ലടാ എല്ലാം. ഞാൻ എൻ്റെ അമ്മയോട് പറയാമായിരുന്നു, 5 മക്കളെയാണ് എൻ്റെ അമ്മ വളർത്തിയത്, 31 വയസ്സിൽ വിധവയായ അമ്മ. അപ്പം ഞാൻ അമ്മയോട് പറയാമായിരുന്നു, പൈസ ഉണ്ടാക്കും, പഠിക്കും, ജോലി വാങ്ങിക്കും, ഇഷ്ടം പോലെ കാശുണ്ടാക്കും, അമ്മയെ നല്ല രാജകുമാരിയെ പോലെ ഞാൻ നടത്തും. അപ്പം അമ്മ പറഞ്ഞു, എന്നിട്ട് എന്നാ ചെയ്യാനാണ്? എൻ്റെ അമ്മ എന്നോട് പറയും, പൈസയല്ല എല്ലാം, അതിനപ്പുറത്ത് എന്തൊക്കെയോ ഉണ്ട്. എനിക്ക് ഭയങ്കര വാശിയായിരുന്നു, തൊട്ടാൽ തൊട്ടവനെയും കൊണ്ടേ പോകത്തുള്ളായിരുന്നു. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു, വാശിയല്ലടാ എല്ലാം, അതിനപ്പുറത്തും ഉണ്ട്. എൻ്റെ അമ്മയാണ് പറഞ്ഞത്, ജീവിതത്തിന് ഒരു വിഷന്റെ തലമുണ്ട്, ഒരു ദർശനത്തിന്റെ തലം. അതാണ് യേശുക്രിസ്തു. 3 കാര്യങ്ങളാണ്. നമ്പർ 1, ജോസഫിനെ പോലെ പേഴ്സണൽ ആയിരിക്കണം ഈ സെലിബ്രേഷൻ. നമ്പർ 2, ഷെപ്പേർഡ്സിനെ പോലെ കരുതലുള്ളവരാവുക. നമ്പർ 3, ദർശനമുള്ളവരാകുക. അങ്ങനെയുള്ളവരാകാൻ ഈ ക്രിസ്മസ് സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ പ്രസൻസ്.